മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ കൃത്രിമം നടന്നുവെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നതിനിടെ പോൾ ചെയ്ത വോട്ടും എണ്ണിയ വോട്ടും തമ്മിലുള്ള പൊരുത്തക്കേട് പുറത്തു വന്നിരിക്കുകയാണ്. 288 മണ്ഡലങ്ങളിൽ 95 മണ്ഡലങ്ങളിൽ എണ്ണിയ വോട്ടുകളും പോൾ ചെയ്ത വോട്ടുകളും തമ്മിലാണ് പൊരുത്തക്കേടുള്ളത്. കണക്കുകൾ പ്രകാരം സംസ്ഥാനത്ത് ആകെ പോൾ ചെയ്തത് 6,40,88,195 വോട്ടുകളാണ്. എന്നാൽ എണ്ണിയ ആകെ വോട്ടുകൾ 6,45,92,508 ആണ്. അതായത് മൊത്തം വോട്ടിനേക്കാൾ 5,04,313 വോട്ടുകൾ അധികമാണിത്. 95-ൽ 19 മണ്ഡലങ്ങൾ പോൾ ചെയ്ത വോട്ടുകളെക്കാളും തപാൽ വോട്ടുകളെക്കാളും കൂടുതലാണ് എണ്ണിയപ്പോൾ. ലോഹ മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ പൊരുത്തക്കേടുകൾ രേഖപ്പെടുത്തിയത്. ഇവിടെ 154 വോട്ടുകൾ കൂടുതലായി എണ്ണി. അതേസമയം നിപ്പാഡ് മണ്ഡലത്തിലാകട്ടെ ചെയ്തതിനേക്കാൾ 2,587 വോട്ടുകൾ കുറവാണ് എണ്ണിയത്. 2024 മെയ്യിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തരത്തിലുള്ള പൊരുത്തക്കേടുകൾ സംസ്ഥാനത്ത് കണ്ടെത്തിയിരുന്നു. വോട്ട് കണക്ക് രേഖപ്പെടുത്തുന്ന 17C ഫോറം പോളിംഗ് നടന്ന് 48 മണിക്കൂറിനുള്ളിൽ പ്രസിദ്ധീകരിക്കണമെന്നാവശ്യപ്പെട്ട് ADR സമർപ്പിച്ച ഹർജി അന്ന് സുപ്രീം കോടതി തള്ളുകയാണ് ഉണ്ടായത്. വോട്ടിംഗ് കഴിഞ്ഞ് വോട്ട് യന്ത്രം പെട്ടിയിലാക്കി മുദ്ര വെക്കുന്ന സമയത്ത് ഓരോ ബൂത്തിലും ആകെ ചെയ്ത വോട്ടുകൾ എത്രയെന്ന് എല്ലാ പാർട്ടികളുടെയും ബൂത്ത് ഏജന്റുമാർ നോക്കി സാക്ഷ്യപ്പെടുത്തി ഒപ്പിട്ട് നൽകുന്ന ഫോറമാണ് 17C. ലോക്സഭാ തെരഞ്ഞെടുപ്പിനിടെ ഈ കണക്കുകൾ പ്രസിദ്ധീകരിക്കുക പ്രായോഗിക ബുദ്ധിമുട്ടാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അന്ന് സുപ്രീം കോടതി ഹർജി തള്ളിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 288-ൽ 231 സീറ്റുമായി വലിയ വിജയമാണ് BJP സഖ്യമായ മഹായുതി നേടിയത്. 145 സീറ്റുകളായിരുന്നു കേവല ഭൂരിപക്ഷം. കോൺഗ്രസും ഉദ്ധവ് പക്ഷവും ശരത് പവാർ പക്ഷവും ചേർന്ന മഹാവികാസ് അഗാഡി 45 സീറ്റുകളിൽ ഒതുങ്ങുകയും ചെയ്തു. തെരഞ്ഞെടുപ്പിലെ ഫലത്തിൽ ക്രമക്കേട് ആരോപിച്ച് കോൺഗ്രസ് കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. അതേസമയം പോൾ ചെയ്തതിനേക്കാൾ കൂടുതൽ വോട്ട് എണ്ണിയെന്നുള്ള ദി വയർ ഓൺലൈൻ പോർട്ടൽ പുറത്തു കൊണ്ടുവന്ന റിപ്പോർട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളിയിരിക്കുകയാണ്. റിപ്പോർട്ട് തെറ്റിദ്ധാരണാജനകമാണെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്.